നമസ്കാരം. ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കുന്നത് നിർത്തലാക്കിയ ഇറാനെ വീണ്ടും പ്രകോപിപ്പിച്ച് ആക്രമണത്തിലേക്ക് എത്തിച്ചത് മറ്റാരുമല്ല, അമേരിക്കയെ നയിക്കുന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തന്നെയാണ്. ഗൾഫ് രാജ്യങ്ങൾക്ക് കേന്ദ്രമാക്കി തങ്ങൾക്ക് നേരെ ഇനി ആക്രമണം ഉണ്ടാകാത്ത പക്ഷം ആ രാജ്യങ്ങളെ ആക്രമിക്കുന്നില്ല എന്നാണ് ഇറാൻ കഴിഞ്ഞ ദിവസം സമ്മതിച്ചത്. അതായത് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ഇക്കാര്യം വ്യക്തമാക്കിയത്. എന്നാൽ വീണ്ടും ആക്രമണം നടത്തിയത് കൊണ്ടാണ് ഇറാൻ വീണ്ടും ആക്രമിച്ചത്, ഗൾഫ് രാജ്യങ്ങളെ ആക്രമിച്ചത്. ഗൾഫ് രാജ്യങ്ങളിൽ ആക്രമണം നിർത്തി എന്ന് പറഞ്ഞപ്പോൾ പ്രവാസികളായ ഒരുപാട് പേർക്ക് ആശ്വാസം നൽകിയ കാര്യം കൂടിയാണ്. എന്തായാലും ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയ വീണ്ടും മാപ്പ് ചോദിച്ചു. അതായത് നേരത്തെ നടത്തിയ ആക്രമണങ്ങളെല്ലാം മസൂദ് പെസഷ്കിയാൻ മാപ്പ് ചോദിച്ചിരുന്നു. പിന്നാലെയാണ് ജിയുടെ പ്രസ്താവന എത്തിയത്. അതായത് തങ്ങളെ ആക്രമിച്ചാൽ വീണ്ടും ആക്രമിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞതും ആക്രമണം നടത്തിയതും. പശ്ചിമേഷ്യൻ സംഘർഷം അതായത് 8 ദിവസമാണ് പിന്നിട്ടത്. അമേരിക്കയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഇപ്പോൾ ഇറാൻ ഉന്നയിക്കുന്നത്. മറ്റൊന്നുമല്ല, മേഖലയിൽ സമാധാനത്തിനുള്ള സകല സാധ്യതകളും അമേരിക്ക നശിപ്പിക്കുന്നു എന്നും നിരവധി അമേരിക്കൻ സൈനികർ തങ്ങളുടെ പിടിയിലാണെന്നാണ് ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറി അലി ലാരിജാനി വ്യക്തമാക്കിയിരിക്കുന്നത്. ശനിയാഴ്ച ഔദ്യോഗിക ടെലിവിഷനിലൂടെയായിരുന്നു രാജ്യത്തെ അഭിസംബോധന ചെയ്തപ്പോഴായിരുന്നു ഇദ്ദേഹം കാര്യം വ്യക്തമാക്കിയതും. എന്തായാലും ഇറാന്റെ ശത്രുക്കളെ സഹായിക്കുന്ന അയൽ രാജ്യങ്ങൾക്കെതിരെ ആക്രമണം തുടരുമെന്ന് തന്നെയാണ് ഇറാന്റെ ജുഡീഷ്യറി മേധാവി ഗുലാം ഹുസൈൻ മൗസാനി വ്യക്തമാക്കിയതും. ഇറാന്റെ സായുധ സേനയിൽ നിന്നുമുള്ള തെളിവുകൾ വ്യക്തമാക്കുന്നത് ഈ മേഖലയിൽ ചില രാജ്യങ്ങളുടെ ഭൂമിശാസ്ത്രവും ശത്രുക്കൾക്ക് ഒളിഞ്ഞും തെളിഞ്ഞും ലഭ്യമാണ് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഇറാന്റെ ഇടക്കാല നേതൃ കൗൺസിൽ അംഗം കൂടിയാണ് അദ്ദേഹം. ഇത്തരം ലക്ഷ്യങ്ങളെ ഉന്നമിട്ടുള്ള കനത്ത ആക്രമണം തുടരുമെന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട്. സംഘർഷത്തിൽ കൊല്ലപ്പെട്ട US സൈനികരുടെ യഥാർത്ഥ കണക്കുകൾ അമേരിക്കൻ ഭരണകൂടം മറച്ചു വച്ചിരിക്കുകയാണ് എന്നും ലാരിജാനി ആരോപിച്ചു. വെനിസ്വേലയിൽ നടപ്പിലാക്കിയ തന്ത്രങ്ങൾ ഇറാനിലും ഫലിക്കുമെന്നാണ് ട്രംപിന്റെ കണക്കുകൂട്ടലെങ്കിൽ അത് വെറും കണക്കുകൂട്ടൽ മാത്രമായേ നിൽക്കത്തുള്ളൂ. ഇറാന്റെ പരമോന്നത നേതാവിനെയും ആയിരക്കണക്കിന് സാധാരണക്കാരെയും കൊലപ്പെടുത്തിയ ട്രംപിനെ വെറുതെ വിടില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ആക്രമിക്കാൻ അയൽ രാജ്യങ്ങളെ ഉപയോഗിക്കരുത് എന്നായിരുന്നു ഇറാന്റെ ആവശ്യം. എന്നാൽ ഇറാന്റെ സമാധാന സന്ദേശത്തെ ട്രംപ് അവഗണിച്ചുവെന്നും അയൽ രാജ്യങ്ങൾ ഇറാനെതിരെ ഉപയോഗിക്കില്ലെന്ന ധാരണ ലംഘിച്ചുവെന്നുമാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചിയുടെ ആരോപണം. അമേരിക്കയെ തടയാൻ ഗൾഫ് രാജ്യങ്ങൾ തയ്യാറായില്ല എങ്കിൽ ശക്തമായ തിരിച്ചടി തുടരുമെന്നാണ് ഇറാൻ മുന്നറിയിപ്പ് നൽകിയത്. അയൽ രാജ്യങ്ങളെ ആക്രമിച്ചതിൽ ഇറാൻ പ്രസിഡന്റ് ക്ഷമ ചോദിച്ചതിന് പിന്നാലെയായിരുന്നു, അതായത് തങ്ങളുടെ രാജ്യത്തിനെതിരെ അയൽ രാജ്യങ്ങളുടെ മണ്ണിൽ നിന്നും ആക്രമണം ഉണ്ടായി എങ്കിൽ അങ്ങോട്ട് മിസൈൽ ആക്രമണം നടത്തില്ല എന്ന്, അതായത് ഇനി അങ്ങോട്ട് നടത്തില്ല എന്നായിരുന്നു ഇറാനിലെ ഇടക്കാല നേതൃ കൗൺസിൽ എടുത്ത തീരുമാനം. എന്നാൽ ഈ തീരുമാനം പിന്നീട് മാറ്റി ചിന്തിക്കേണ്ട ഒരവസ്ഥ വരെ ട്രംപ് കൊണ്ട് എത്തിച്ചു എന്നതാണ്. അതായത് അവർ ഈ ക്ഷമാപണം നടത്തിയ സമയത്ത്, ഇറാൻ ഈ മാപ്പ് പറഞ്ഞ സമയത്ത് അതിനെ പോലും പരിഹസിക്കുന്ന തരത്തിലായിരുന്നു ട്രംപിന്റെ പ്രതികരണം എത്തിയത്. ഇതൊക്കെ കണ്ടു തന്നെയാണ് വീണ്ടും ഇറാൻ ആക്രമണത്തിലേക്ക് കടന്നത്.